അതെ, ഇച്ചിക്കുട്ടിന് പോളിയോ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഒക്ടോബർ 12. അപ്പോൾ ഇച്ചിക്കുട്ടിന് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ പോളിയോ കൊടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ മസ്റ്റായിട്ട് ഇന്ന് കൊടുക്കാട്ടോ. ഇന്ന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾ ഹെൽത്തിലായിട്ടോ ആശാ വർക്കർ ടീച്ചർമാർ ആരും വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യണേ. പ്രാവശ്യം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായില്ല കേട്ടോ ബൂത്തിലിരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വീടിൻ്റെ അടുത്ത് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഒരു സബ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇച്ചിക്കുട്ടിന് പോളിയോ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ഇഞ്ചക്ഷൻ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരുത്തില്ല, ഇഞ്ചക്ഷനൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പതുക്കെ കൊണ്ടുപോകാണ് കേട്ടോ ആളിനെ. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് ഇച്ചിക്കുട്ടിന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇച്ചിക്കുട്ടിന് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല പേടിയാണെന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ സബ് സെൻറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ സിസ്റ്ററും ആശാ വർക്കറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹെൽത്തിലെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിക്കുട്ടിനെ കിടത്തിയിട്ട് 2 തുള്ളി അതേ അവൻ്റെ വായിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളാദ്യം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവനെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൻ ഭയങ്കര മധുരം ഉണ്ടെന്നൊക്കെയാണ് ആളവിടെ നിന്ന് പറയുന്നത്. നല്ല മധുരം ഉണ്ട്. അപ്പോൾ സിസ്റ്ററായിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കയ്യിൽ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അവൻ്റെ കുഞ്ഞ് കയ്യിൽ മാർക്കൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇന്ന് പോളിയോ കൊടുക്കാൻ വേണ്ടി കുറേ ബൂത്തുകൾ തന്നെയുണ്ട്. അംഗനവാടികൾ, സബ് സെൻറ്റർ, ഹോസ്പിറ്റൽ, മിക്ക സെൻറ്ററുകളിലും ആശാ വർക്കറും അംഗനവാടി ടീച്ചർമാരും ആയിരിക്കും ഇരിക്കുക. ഹോസ്പിറ്റലിലൊക്കെ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇച്ചിക്കുട്ടൻ്റെ പോളിയോ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ.